ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. എല്ലാവർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നമ്മൾ 𝗙𝗏𝗏 മണിയിൽ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്തിരുന്നു. അപ്പോൾ ആ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് ഒരാഴ്ച കഴിഞ്ഞ് നമുക്ക് അതിൻ്റെ ഡെബിറ്റ് കാർഡ് കിട്ടിയിട്ടുണ്ട്. ഫെഡറൽ ബാങ്കും വിസ കാർഡും അതുപോലെ 𝗙𝗏𝗏 മണിയും ചേർന്നിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണിത്. അപ്പോൾ ഇതിൽ നമുക്ക് ബേസിക്കലി ഒരു സേവിങ്സ് അക്കൗണ്ടാണ് ഓപ്പൺ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു അക്കൗണ്ട് നമ്മൾ ഓപ്പൺ ചെയ്യുന്നത് ഫെഡറൽ ബാങ്കിലാണ്. അപ്പോൾ എന്തുകൊണ്ട് നമ്മൾ ഈ ഒരു 𝗙𝗏𝗏 ആപ്പ് വഴി ഫെഡറൽ ബാങ്കിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യണമെന്ന് നിങ്ങൾ ചോദിച്ചാൽ, ഈ ഒരു ആപ്പിലൂടെ നമ്മൾ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നത് കൊണ്ട് ഒരുപാട് റിവാർഡ്സും അതുപോലെ ക്യാഷ് ബാക്കും പിന്നെ നമ്മുടെ മണി നമുക്ക് പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യാൻ പറ്റും. അതായത് നമ്മുടെ ഒരു ബേസിക്കലി ഒരു ഫിനാൻസ് മാനേജ്മെൻറ്റ് ആപ്പാണ് 𝗙𝗏𝗏 എന്ന് പറയുന്നത്. അപ്പോൾ ഇതിലൂടെ നമ്മൾ ധാരാളമായിട്ട് പണം സ്പെൻഡ് ചെയ്യുന്നതിലൂടെയും റിവാർഡ്സ് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് പണം ഡെപ്പോസിറ്റ് ചെയ്യുന്ന റിവാർഡ് കിട്ടുന്നുണ്ട്. യൂഷ്വലി നമ്മളൊരു സാധാരണ അക്കൗണ്ടിൽ പോയിട്ട് പണം നിക്ഷേപിക്കുന്നതിനോ അല്ലെങ്കിൽ പണം പിൻവലിക്കുന്നതിനോ ഒന്നിനും നമുക്ക് റിവാർഡ്സും കാര്യങ്ങളൊന്നും കിട്ടാറില്ല. പക്ഷേ ഈ ഒരു 𝗙𝗏𝗏 മണി എന്ന പ്ലാറ്റ്ഫോമിലൂടെ ഇത്തരം നമ്മൾ ചെയ്യുന്ന എല്ലാ ട്രാൻസാക്ഷനും റിവാർഡുകളും അതുപോലെ തന്നെ ഓഫറുകളും എല്ലാം കിട്ടാറുണ്ട്. പിന്നെ നിങ്ങൾ ധാരാളമായിട്ട് പണം സേവ് ചെയ്യുകയാണെങ്കിൽ പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള ഓഫേഴ്സും ഈ ഒരു 𝗙𝗏𝗏 മണി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു 𝗙𝗏𝗏 മണി എന്ന് പറയുന്നത് ബാങ്കിങ് ലൈസൻസ് ഉള്ള സ്ഥാപനമല്ല. ഈ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നത് ഫെഡറൽ ബാങ്കിലാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് പിന്നെ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ ഡെബിറ്റ് കാർഡ് നമ്മുടെ കൈവശം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കാർഡാണ് ഇപ്പോൾ നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ സാധാരണ എല്ലാ ബാങ്കും നമുക്ക് ഡെബിറ്റ് കാർഡ് തരുന്നത് നിങ്ങൾക്കറിയാം ആ ഒരു ഫോർമാറ്റിലല്ല ഈ ഒരു ഡെബിറ്റ് കാർഡ് വന്നിട്ടുള്ളത്. വളരെ സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു ഡെബിറ്റ് കാർഡാണ്. അപ്പോൾ ഈ ഒരു കാർഡ് ഇപ്പോൾ നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇത്തരത്തിൽ 𝗙𝗏𝗏 അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഇതൊരു എർലി ആക്സസ് സ്റ്റേജിലാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഈ ഒരു എർലി ആക്സസ് കിട്ടുന്നതിന് ആവശ്യമായ ലിങ്ക് ഈ വീഡിയോയ്ക്ക് താഴെ ഞാൻ കൊടുത്തിട്ടുണ്ട്. കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട്. ആ ഒരു ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കും ഒരു എർലി ആക്സസ് കിട്ടുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ ആധാർ ഡാറ്റയും പാൻ കാർഡ് ഡാറ്റയും ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്കും ഇത്തരത്തിലൊരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം. പിന്നെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, ഇത് ബേസിക്കലി ഒരു സീറോ ബാലൻസ് അക്കൗണ്ടാണ്. നിങ്ങൾ യാതൊരു തരത്തിലുള്ള ബാലൻസും ഇതിൽ മെയിൻറ്റെയിൻ ചെയ്യേണ്ടതായിട്ട് വരില്ല. പിന്നെ ഹിഡൻ ഫീസ് ഒന്നുമില്ല. അതുപോലെ തന്നെ ട്രാൻസാക്ഷൻ ഫീസും ഇവർ ഈടാക്കില്ല എന്നാണ് ഇപ്പോൾ ഇവർ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇത്രയും ബെനിഫിറ്റ്സ് കിട്ടുന്ന മികച്ച ഒരു പ്ലാറ്റ്ഫോമാണ് 𝗙𝗏𝗏. അപ്പോൾ തീർച്ചയായിട്ടും താഴെ കൊടുത്തിട്ടുള്ള ലിങ്ക് വഴി നിങ്ങൾ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക. അപ്പോൾ നമുക്ക് സമയം കളയാതെ ഇതിൻ്റെ ഈ ഒരു ഡെബിറ്റ് കാർഡ് ഒന്ന് ക്വിക്കായിട്ട് അൺബോക്സ് ചെയ്ത് നോക്കാം. വളരെ സേഫ്റ്റിയുള്ള ബാങ്കാണ്. നമ്മുടെ ക്യാഷ് ഇൻഷുർഡ് ആണ്. നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യുന്ന ക്യാഷ് ഇൻഷുർഡ് ആണ്. മാത്രമല്ല ഇത് ഫെഡറൽ ബാങ്കിലാണ് നമ്മൾ ബേസിക്കലി ഡെപ്പോസിറ്റ് ചെയ്യുന്നത്. വളരെ ട്രസ്റ്റബിൾ ആയിട്ടുള്ള ഒരു ബാങ്കാണ് ഫെഡറൽ ബാങ്ക്, എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ. അപ്പോൾ നമുക്ക് സമയം കളയാതെ നേരെ ഈ ഒരു ഡെബിറ്റ് കാർഡ് ഒന്ന് അൺബോക്സ് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ മുൻവശത്തായിട്ട് നമുക്ക് വരുന്നത് ഈ ഒരു രീതിയിലുള്ള കുറച്ച് ഡീറ്റെയിൽസ് ആണ്. നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും. ഇവിടെ കുറച്ച് കാര്യങ്ങൾ അവർ എഴുതിയിട്ടുണ്ട്. പിന്നെ താഴെ 𝗙𝗏𝗏യുടെ ഒരു ലോഗോ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. പിന്നെ ഇതിൻ്റെ പുറകുവശത്ത് വരുന്നത് ഇവിടെ നിങ്ങൾക്ക് കാണാം ബാങ്ക് ഓൺ 𝗙𝗏𝗏 എന്ന് എഴുതിയിട്ടുണ്ട്. പിന്നെ ഇവിടെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ ചെയ്യുന്നുണ്ട്. പിന്നെ ഇത് ഇഫ് അൺഡെലിവേർഡ്, അതായത് ഇത് പ്രോപ്പറായിട്ട് ഡെലിവേർഡ് ആയിട്ടില്ലെങ്കിൽ റിട്ടേൺ ചെയ്യേണ്ട സ്ഥലം അഡ്രസ്സൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് കൊച്ചി ഇൻഫോ പാർക്കിൽ നിന്നാണ് ഈ ഒരു എന്താ പറയുക കാർഡ് അവർ അയച്ചിട്ടുള്ളത്. അപ്പോൾ ഗൈസ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, ഇത് ഇഷ്യൂഡ് ബൈ ഫെഡറൽ ബാങ്ക് എന്ന് കാണാം. അപ്പോൾ ഫെഡറൽ ബാങ്ക് ആണ് ഈ ഒരു കാർഡ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു കാർഡിൻ്റെ പുറകുവശത്തായിട്ടുള്ളത്. അപ്പോൾ ഇത് ഫെഡറൽ ബാങ്ക് ആണ് ഇത് നൽകുന്നതെന്ന് പ്രത്യേകം പറയേണ്ട കാര്യമില്ല. കാരണം കഴിഞ്ഞ ദിവസം നമ്മൾ ഇതിൻ്റെ UPI സൗകര്യമൊക്കെ എനേബിൾ ചെയ്തിരുന്നു. നമ്മൾ ഇത് ഗൂഗിൾ പേയിൽ ലിങ്ക് ചെയ്തിരുന്നു. അപ്പോൾ ഈ ഒരു അക്കൗണ്ട് നമുക്ക് ഗൂഗിൾ പേയിലും ഫോൺ പേയിലും ഒക്കെ ലിങ്ക് ചെയ്യണമെങ്കിൽ നമ്മൾ ഗൂഗിൾ പേയിലോ ഫോൺ പേയിലോ പോയിട്ട് 𝗙𝗏𝗏 എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നും കാണാൻ പറ്റില്ല. പക്ഷേ ഫെഡറൽ ബാങ്ക് നിങ്ങൾ ടൈപ്പ് ചെയ്ത് നിങ്ങൾക്ക് ലിങ്ക് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് ഈ ഒരു കാർഡ് ഒന്ന് വളരെ പെട്ടെന്ന് അൺബോക്സ് ചെയ്യാം. അപ്പോൾ ഇതിനായിട്ട് നമ്മളിവിടെ ഒന്ന് ഓപ്പൺ ചെയ്യാണ് വേണ്ടത്. ജസ്റ്റ് ഇതേപോലെ ഒന്ന് പുള്ളി ചെയ്താൽ മതി. ഇപ്പോൾ നമ്മുടെ കാർഡ് ഓപ്പൺ ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ പാക്കിങ് വളരെ അട്രാക്റ്റീവാണ്. ഈ ഒരു പാക്കിങ് സാധാരണ ATM കാർഡെല്ലാം എടുക്കുന്ന സമയത്ത് കിട്ടാറില്ല. അപ്പോൾ ഇത്തരത്തിലൊരു ബോക്സ് ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇത്തരത്തിലൊരു ബുക്ക്ലെറ്റ് ഉണ്ട്. ഇതിൽ കാര്യമായിട്ടൊന്നുമില്ല. അപ്പോൾ നമ്മുടെ കാർഡ് വരുന്നത് ഈ ഒരു സ്മോൾ ബോക്സിലാണ്. അപ്പോൾ ഈ ഒരു ബോക്സ് നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇവിടെ കാണാം സ്ലൈഡ് ടു ഗോ ഇൻ fi.nit എന്ന് കാണാം. അപ്പോൾ നമ്മൾ ഈ ഒരു ബോക്സ് ഓപ്പൺ ചെയ്ത് നോക്കുകയാണ്. അപ്പോൾ ഇതാണ് നമുക്ക് കിട്ടിയിട്ടുള്ള ഈ ഒരു ഡെബിറ്റ് കാർഡ്. ഇതാണ് 𝗙𝗏𝗏 നൽകുന്ന വളരെ സ്റ്റൈലിഷ് ആയിട്ടുള്ള ഡെബിറ്റ് കാർഡ്. അപ്പോൾ ഇതിൽ കാർഡിൻ്റെ മുൻവശത്തായിട്ട് പിന്നെ 𝗙𝗏𝗏യുടെ ലോഗോ ഉണ്ട്. അതുപോലെ തന്നെ ഇത് വൈഫൈ എനേബിൾഡ് ആയിട്ടുള്ള ഒരു കാർഡാണ്. അപ്പോൾ നമുക്കിതിൽ കോൺടാക്ട്ലെസ് പേയ്മെൻറ്റ്സ് ഒക്കെ നടത്താനായിട്ട് സാധിക്കും. അപ്പോൾ ഇതിൽ കസ്റ്റമേഴ്സിൻ്റെ പേര് താഴെയുണ്ട്. പിന്നെ ഇവിടെ വൈഫൈ സിമ്പിൾ കാണാം. പിന്നെ വിസ കാർഡാണ് അവർ നൽകുന്നത്. 𝗙𝗏𝗏 എന്നുള്ള ലോഗോ ഉണ്ട്. പിന്നെ കാർഡിൻ്റെ പുറകുവശത്ത് വരുന്നത് നമ്മുടെ 16 അക്ക കാർഡ് നമ്പർ ഉണ്ട്. ആ ഒരു കാർഡ് നമ്പർ തന്നെ അവർ തന്നിട്ടുള്ളത് ഒരു 4 ലൈനായിട്ടാണ്. ഓരോ ലൈനിൽ 4 അക്ക നമ്പർ വെച്ചിട്ട് 4 ലൈനായിട്ടാണ് നമ്പർ തന്നിട്ടുള്ളത്. എല്ലാത്തിലും ഒരു ഡിഫറൻറ്റ് കീപ്പ് ചെയ്തുകൊണ്ടാണ് 𝗙𝗏𝗏 ഈ ഒരു കാർഡ് തന്നിട്ടുള്ളത്. പിന്നെ പുറകുവശത്ത് ഇതിൻ്റെ എക്സ്പയറി ഡേറ്റ് കാണാം. CVV ഉണ്ട്. പിന്നെ ഒരു ഹോളോഗ്രാം ഉണ്ട്. അതിലൊരു ബേർഡിൻ്റെ സിമ്പിളാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ സിഗ്നേച്ചർ കൊടുക്കാനുള്ള സ്ഥലമുണ്ട്. പുറകുവശത്ത് നിങ്ങൾക്ക് കാണാം ഫെഡറൽ ബാങ്കിൻ്റെ ലോഗോയും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ബേസിക്കലി ഫെഡറൽ ബാങ്കാണ് ഈ ഒരു സൗകര്യം നമുക്ക് നൽകുന്നത്. പിന്നെ നമുക്ക് ഈ ഒരു ബോക്സിലുള്ളത് പിന്നെ
ഓക്കെ, ഇത് നമുക്ക് കാർഡ് ആക്ടിവേറ്റ് ചെയ്യുന്നതിനുള്ള ഒരു കാർഡാണ്. ഈ ഒരു QR കോഡ് നമ്മൾ സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കാർഡ് ആക്ടിവേറ്റ് ആകും. അപ്പോൾ നമ്മുടെ കാർഡ് ആക്ടിവേറ്റ് ചെയ്യുന്നതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മൾ ചെയ്യുന്നതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ബോക്സിൽ കിട്ടുന്നത്. പിന്നെ പ്രത്യേകിച്ചൊന്നും ഈ ഒരു ബോക്സിൽ ഇല്ല. അപ്പോൾ ഫെഡറൽ ബാങ്കിൻ്റെ ഈ ഒരു FI പ്ലാറ്റ്ഫോമിൽ നിങ്ങൾക്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനാവശ്യമായ early ആക്സസ് കിട്ടുന്ന ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. ആ ഒരു ലിങ്ക് വഴി നിങ്ങൾക്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം. ഇത് 0 ബാലൻസ് അക്കൗണ്ടാണ്, ട്രാൻസാക്ഷൻ ഫീ ഒന്നുമില്ല. പിന്നെ നമുക്ക് ഒരുപാട് റിവാർഡ്സ് കിട്ടുന്നുണ്ട്. പിന്നെ നമുക്ക് വളരെ സ്റ്റൈലിഷ് ആയിട്ടുള്ള ഇത്തരത്തിലുള്ള ഒരു വിസ ഡെബിറ്റ് കാർഡ് നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ അങ്ങനെ ഒട്ടനവധി ബെനിഫിറ്റ്സ് തരുന്ന മികച്ച ഒരു അക്കൗണ്ടാണ് FI എന്ന് പറയുന്നത്. അപ്പോൾ ഒട്ടും സമയം കളയാതെ നിങ്ങളുടെ ആധാർ ഡാറ്റയും പാൻ കാർഡ് ഡാറ്റയും ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം. അപ്പോൾ FIയുടെ ഡെബിറ്റ് കാർഡുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റ് ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾക്ക് മുന്നിൽ ഷെയർ ചെയ്യാനുള്ളത്. അപ്പോൾ ഇതെങ്ങനെയാണ് ആക്ടിവേറ്റ് ചെയ്യുന്നത് എന്നതിൻ്റെ വീഡിയോ വരും ദിവസങ്ങളിൽ നമ്മൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും. അപ്പോൾ FI ഡെബിറ്റ് കാർഡുമായി ബന്ധപ്പെട്ട ഈ ഒരു അപ്ഡേറ്റ് നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് കരുതുന്നു. ഇതുപോലെയുള്ള കൂടുതൽ അപ്ഡേറ്റുകൾ കിട്ടുന്നതിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്യുക. നല്ലൊരു വീഡിയോയുമായിട്ട് നമുക്ക് മറ്റൊരു ദിവസം വീണ്ടും കാണാം. അതുവരേക്കും സൈനിങ് ഓഫ്. ബൈ.